നിലപാടുകളെ വിമർശിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ നമുക്ക് കുറേ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ചിലർ തീർത്തും വിമർശിക്കും, ചിലർ നമ്മളെ നല്ലതിന് വേണ്ടി പറയും. അങ്ങനെ കുറച്ച് തരം ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെ ഞാൻ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ ഞാൻ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഉപകാരം ഉണ്ടാവും. കാറ്റഗറി നമ്പർ 1, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നല്ലതിനും നമ്മുടെ ഫ്യൂച്ചറിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക്, അതായത് നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി പറയും. ചിലപ്പോൾ നമ്മളെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഒരു സർട്ടൻ കേസ് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനോ നമ്മളെ അഭിപ്രായങ്ങൾ പറയും. ചിലപ്പോൾ രാഷ്ട്രീയപരമായ ഒരു അഭിപ്രായമായിരിക്കും. അങ്ങനെ നമുക്ക് വ്യക്തമായ ഒരു അഭിപ്രായം എനിക്കുണ്ട്, ഞാനൊരു ആദർശം മുന്നോട്ട് വെക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ ആ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ കുറേ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് കരുതി എൻ്റെ നല്ലതിന് വേണ്ടി പറയുന്ന ആൾക്കാരുണ്ട്. ഈ കാറ്റഗറി നമ്പർ 1 അവർ എപ്പോഴും നമ്മളെ കാര്യത്തിന് ഭയങ്കര കൺസേൺ ആയിരിക്കും. നമ്മുടെ നല്ലത്, നമ്മുടെ ഭാവി, അവനക്ക് പലതും അനുഭവിക്കേണ്ടി വരൂ എന്ന് കരുതി നമ്മുടെ നല്ലതിന് വേണ്ടി പറയുന്നത്. കാറ്റഗറി നമ്പർ 2, ഇവർക്ക് വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സംഭവം ഉണ്ടാവും ഇവർക്ക്, അല്ലെങ്കിൽ ഇവരെ ഞാൻ പിടിച്ചതാണ് കൊമ്പ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഇവർക്ക് ആ ഒരു കൃത്യമായ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് അത് മാറിയിട്ട് ഇവർ പറയുന്ന കാര്യത്തിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യും. ചിലപ്പോൾ ഇവർ ഫാമിലിയെ ചിലപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അതിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മളുണ്ടായത്. അപ്പോൾ ഇവർക്ക് നമുക്ക് അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല, നമ്മളെല്ലാം ഇവർ പറയുന്ന പോലെ കേൾക്കണം. അങ്ങനത്തെ ആളായിട്ട് നമ്മൾ തീർത്തും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താൻ നമ്മളെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മളെ കാര്യമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ അവർ പറയുമ്പോൾ നമ്മളെ അഭിപ്രായങ്ങൾ തുറന്നു പോകാം. കാറ്റഗറി നമ്പർ 3, നിലപാടില്ലായ്മ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടോ ഒരു വീക്ഷണമോ ഒന്നും ഉണ്ടാവില്ല. ഈ പറയുന്ന ആൾക്കാർ അവർ വീട്ടിലെത്തുന്നവരെ ഈ നിലപാടില്ലായ്മ ഉണ്ടാവും. സമൂഹത്തിൽ എന്ത് തരം അരാജകത്വം നടന്നാലും, സമൂഹത്തിൽ എന്ത് നടന്ന്, ഇനി ഫോർ എക്സാമ്പിൾ കഞ്ചാവാകട്ടെ, സംഘപരിവാറിൻ്റെ പ്രശ്നങ്ങളാകട്ടെ, എന്തും ആകട്ടെ, അവർ വീട്ടിലെത്തുന്നവരെ ഇവർക്ക് പ്രത്യേകിച്ചൊരു നിലപാടുണ്ടാവും. ഇവർ വിചാരിക്കുന്നത് ഇവർ അനങ്ങാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇവരെ ഫോക്കസ് ചെയ്യുന്നതാണ്. പക്ഷെ നാളെ അവരെ വീട്ടിലേക്കോ അവരുടെ ഫാമിലിയിലേക്കോ അവരുടെ സമൂഹത്തിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവർക്ക് എത്തുമ്പോൾ ഒബ്വിയസ്ലി ആ ടൈം വളരെ ലേറ്റ് ആയിട്ടുണ്ട്.